ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മൾ ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബീഫ് തട്ടിക്കൂട്ട് ബിരിയാണി. ഒരു 4 സവാള, 3 തക്കാളി, ലേശം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ എന്ത് ചെയ്യുക, സവാള തക്കാളി ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഉടൻ തന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, കുക്കറിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് ചെറുതായിട്ട് ഇളക്കുക. ഉടൻ തന്നെ അതിൽ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, നന്നായിട്ട് ഇളക്കുക. പച്ചമുളകും അതിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യുക, സവോള ചേർക്കുക. സവോള ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അടിപൊളി ഇളക്കിയതിന് ശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് വെൽ, വെരി വെരി മിക്സ് വെൽ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ലേശം ഉപ്പ് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഗരം മസാല, ലേശം കുരുമുളക് പൊടി. മിക്സ് വെൽ, വെരി വെൽ മിക്സ് വെൽ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വളരെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. കാരണം അടിയിൽ കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ. അടുത്തതായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ബീഫ് കഴുകിയെടുക്കാം. ബീഫ് നന്നായി കഴുകി എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും പ്രത്യേകം. അപ്പോൾ മച്ചാന്മാർ, ഒരു കാരണവശാലും ഇറച്ചി കഴുകണതിൽ ഒരു കോംപ്രമൈസ് പാടില്ല. നന്നായിട്ട് നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾ കഴുകിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമില്ല, നമ്മളെ വയറ് പള്ള കേടാവും. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇത് ഓളാക്കാൻ നിൽക്കണ്ട. നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്, തക്കാളി സവാള ഐറ്റംസ്. അതിലേക്ക് ഈ കഴുകിയ ഇറച്ചി നന്നായിട്ട് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ വൃത്തിയിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇളക്കി യോജിപ്പിക്കുക. മിക്സ് വെൽ, മിക്സ് വെൽ. നന്നായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കരുത്, ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. ഓവർ 3 പാടില്ല. വളരെ ചെറുതീയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറയേണ്ട, ഉപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെറുതെ ഒരു കഥയില്ലാണ്ട് ഇടണ്ട. അടുത്തതായിട്ട് കുഴപ്പമില്ലാണ്ട് എന്ത് ചെയ്യുക, അത് കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ചെറിയൊരു ഗ്രേവി വേണതിൽ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. നൈസായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുന്നേ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും, അടി പിടിക്കും. പിന്നെ മാത്രമല്ല ഇറച്ചൊന്ന് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മസാല ഇങ്ങനെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് കുറച്ച് വേവിക്കുക. തൊട്ടപ്പുറത്ത് നമ്മളെ ബിരിയാണിയുടെ പരിപാടിക്കുള്ള അരി തിളപ്പിച്ചെടുക്കാനുള്ള സെറ്റപ്പിന് നമ്മൾ ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിൽ നിന്ന് വിസിലുകൾ വരുന്നു. നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ ഗരം മസാല പാക്കറ്റ് പൊടിക്കാത്തത്, മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പൊടിക്കാത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. വളരെ നോർമലായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. അതുപോലെ തന്നെ ലേശം ഡാൽഡ. നമ്മളെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഊറ്റിയെടുക്കുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഊറ്റിയെടുത്തിട്ട് ഉടൻ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മസാലനെ മാറ്റുക. നേരത്തെ വെച്ച മസാല എന്ത് ചെയ്യുക, നൈസായിട്ട് താഴത്തിട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട്. ഇതെന്ന് പറഞ്ഞെങ്കിൽ തട്ടിക്കൂട്ട് ബിരിയാണിയല്ലോ, ബീഫിൻ്റെ ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണി എന്ന് പറയാൻ പറ്റുമെങ്കിലും ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് വളരെ നല്ല ബിരിയാണി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരെ ഊറ്റിവെച്ച അരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ ലെവലാക്കി കൊടുക്കുക. അടുത്തത് ദമ്മിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കാരണവശാലും നമ്മുടെ ഒതുക്കൽ മോശമാകരുത്. ചെറിയൊരു ഡെക്കറേഷൻ. നേരത്തെ വറുത്ത് വെക്കാത്തതാണ്, അത് കാരണം കൊണ്ട് നേരത്തെ വറുത്ത് വെച്ചത് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ചെറിയൊരു ഡെക്കറേഷൻ മാത്രം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്.
അതിൻ്റെ ഒരു ഭംഗി തന്നെ നോക്കൂ നിങ്ങൾ. അതിന് ശേഷം ഓയിലാണ്, നേരത്തെ പൊരിച്ചതിലെ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്, ചെറിയൊരു കളറിന് വേണ്ടി. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ദമ്മിട്ട് സെറ്റായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പിള്ളേർക്ക് കൊടുക്കാം. പിള്ളേർ ഇതാ പടി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?